സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ആലപ്പുഴയിൽ ആവേശകരമായ തുടക്കം. അതിദരിദ്രരെ ഇല്ലാതാക്കാനുള്ള സമഗ്ര പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളമെന്ന് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സർക്കാർ അതിദാരിദ്ര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഭവൻരഹിതർക്ക് വീടും സ്ഥലവും നൽകി മുന്നോട്ടുള്ള ജീവിതത്തിനായുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചും കൃത്യതയാർന്ന വിവരശേഖരണം നടത്തിയുമാണ് കേരളം പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. 1957 EMS സർക്കാർ അധികാരത്തിലേറിയതിന്റെ 6ാം നാളെടുത്ത തീരുമാനം ഇന്ത്യക്കാർക്കാകെ അഭിമാനകരമായ ഒന്നായിരുന്നു. ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന വിഖ്യാതമായ തീരുമാനമാണ് അന്ന് കൈക്കൊണ്ടത്. അന്നു മുതൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ ഒപ്പമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ കടമെടുക്കുന്നതിൽ അവഗണനയും കൊടിയ അനീതിയുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. കേരളത്തിന് മുന്നിൽ മാത്രം നിബന്ധനയുടെ മതിലുകൾ പടുത്തുയർത്തിക്കൊണ്ട് പ്രത്യേക നിലപാടുകളാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 2016 ശേഷമുള്ള കേരളം കൈവരിച്ച നേട്ടങ്ങൾ കൂടി കാണുമ്പോൾ എന്റെ കേരളം അഭിമാന കേരളമായി, എന്റെ കേരളം വികസന കേരളമായി എന്ന് തീർച്ചയായിട്ടും ഉറപ്പാവുക തന്നെയും. അത് കാണരുത് എന്ന് ചിലർക്ക് ആഗ്രഹമുണ്ടാവും. എന്റെ കേരളം എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ കേരളമല്ല എന്ന്, എന്റെ കേരളം എന്നാൽ തകർന്ന കേരളം അല്ല എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ടിന്റെ പേരിൽ അവരോട് നമുക്കൊന്നും വേറെ പറയാനില്ല. ഈ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾക്കാർക്കും തടഞ്ഞു വെക്കാൻ പറ്റുകയില്ല. ഇന്ത്യയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കേരളത്തിലാണ്. ജില്ലയിലെ താലൂക്ക് ആശുപത്രികൾ അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില കെട്ടിടങ്ങളായി അടിമുടി മാറി. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി ഏറ്റവും വലിയ നേട്ടമായി നിലകൊള്ളുന്നു. 63% തുകയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി മുടക്കിയത്. 2048 യാഥാർത്ഥ്യമാക്കേണ്ട പദ്ധതി 2025 1ാം ഘട്ടം പൂർത്തീകരിക്കാൻ സാധിച്ചത് കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണ്. എന്റെ കേരളം അഭിമാന കേരളമെന്നും വികസന കേരളമെന്നും പറയുന്നത് എന്തുകൊണ്ടാണ് എന്നതിനുള്ള തെളിവുകൾ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പവലിയനുകളിൽ പൊതുജനങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് 4 ഹാർബറുകളുള്ള ജില്ലയായി ആലപ്പുഴ മാറുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷം സർക്കാർ ഏറ്റെടുത്ത പദ്ധതികളുടെ ഇന്നത്തെ അവസ്ഥ വിലയിരുത്തും. അവ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത വിശകലനം ചെയ്യുന്നതിന് സംസ്ഥാനത്തെ 4 മേഖലകളായി തിരിച്ച് അവലോകന യോഗം ചേരും. എല്ലാ മന്ത്രിമാരും വകുപ്പ് തലവന്മാരും ജില്ലാ കളക്ടർമാരും ഈ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കും. നേട്ടങ്ങൾ ആഘോഷിക്കുക മാത്രമല്ല, നിർദ്ദേശിക്കപ്പെട്ട പ്രവൃത്തികൾ സമയബന്ധിതമായി ഈ 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനുള്ള ഇടപെടലുകൾ കൂടി സർക്കാർ നടത്തുകയാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം MLA, MS അരുൺകുമാർ, ദലീമ ജോജോ, ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മെയ് 12 വരെ ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരള വിപണന മേളയിലേക്ക് ആയിരങ്ങളാണ് ഉദ്ഘാടന ദിവസം തന്നെ ഒഴുകിയെത്തിയത്. ന്യൂസ് 18 ആലപ്പുഴ.